ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അതിൽ രണ്ട് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബേസിക് അസംഷൻസും അതേപോലെ തന്നെ ബേസിക് പ്രിൻസിപ്പിൾസും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് ആണ്. മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് പഠിക്കാൻ നമ്മൾ കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നത്? MC കോളേജിൽ അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്, ഐവിക്ക് പോകാറുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MC കോളേജ്, MCC. ഓക്കെ, ദെൻ ടൈം, അതേപോലെ തന്നെ ഇൻഡസ്ട്രി. ഈ കുറച്ച് കീവേഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കാം. എന്താണ്? MC കോളേജിൽ M മെറ്റീരിയാലിറ്റി, C കൺസിസ്റ്റൻസി. കോളേജിൽ അഗെയിൻ C ആണ് വരുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കൺസർവേറ്റീവ്സ് ആയിട്ട് പഠിക്കുന്നു. പിന്നെന്താണ്? എല്ലാ സമയത്തും ടൈം, എല്ലാ ടൈമിലും ടൈംലിനെസ് കോൺസെപ്റ്റ്. ദെൻ എവിടെ പോകാറുണ്ട്? ഇൻഡസ്ട്രികൾ വിസിറ്റ് ചെയ്യാൻ ഐവിക്ക് പോകാറുണ്ട്. സോ IV ഇൻഡസ്ട്രി പ്രാക്ടീസ് കോൺസെപ്റ്റ്. ഇനി ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യമായി കൊണ്ട് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്താണ് ഇത് പറയുന്നത് നോക്കാം. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ഓർ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ഈസ് ദ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ദറ്റ് കൺസേൺ അബൌട്ട് ദ റെലവൻസ് ഓഫ് ഇൻഫർമേഷൻ and the size and nature of transactions that report in the financial statements. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ അവിടെ നമ്മളറിയാം അക്കൗണ്ടിങ് ചെയ്യുന്നത് അവിടെ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് അൾട്ടിമേറ്റ് ആയിട്ടില്ലേ, അല്ലാതെ ബിസിനസ്സിന് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് അതിന് വേണ്ടത്, യൂസേഴ്സിന് വേണ്ടത് എന്താ? ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരുപാട് ഇറെലവൻ്റ് ആയ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് കേൾക്കാറുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ CMA പഠിക്കുകയാണ്, CMA നിങ്ങൾക്ക് കൊമേഴ്സ് ഫീൽഡിലുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. നിങ്ങൾക്ക് അടക്കട്ടെ കുറച്ച് സയൻസിൻ്റെ സബ്ജക്റ്റുമായിട്ട് അത് ഇടാൻ പറ്റുമോ? ഇല്ല. അതെന്താ? നിങ്ങൾക്ക് റെലവൻ്റ് അല്ല. നിങ്ങൾ ഏതാ പഠിക്കുന്നത് അതിനനുസരിച്ച് സബ്ജക്റ്റ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മെറ്റീരിയൽ എന്താണ് അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ എന്താണെന്ന് നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? ഒരു ഇൻഫർമേഷൻ എപ്പോഴാണ് മെറ്റീരിയൽ ആവുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ എപ്പോഴാണ് ഇമ്മെറ്റീരിയൽ ആവുക? അത് പറയുന്നത് എന്താ? ഇൻഫർമേഷൻ ഈസ് മെറ്റീരിയൽ if it is omission or misstatement could influence the economic decision of users taken on the basis of the financial statements. നമ്മൾ ഏതെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒഴിവാക്കി, തീരെ എഴുതാതെ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ ഒഴിവാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ മിസ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഫിഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റി കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആളുകളുടെ ഡിസിഷൻ എടുക്കുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്? മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്, അല്ലെങ്കിൽ അത് തെറ്റായിട്ട് കാണിക്കാൻ പാടില്ല. ഒന്നും തെറ്റായിട്ട് കാണിക്കാൻ പറ്റുന്നല്ല പറയുന്നത്, നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്മെറ്റീരിയലാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മെറ്റീരിയലാണ് ഇമ്മെറ്റീരിയൽ എന്നുള്ളതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരു ഐറ്റത്തിൻ്റെ മെറ്റീരിയാലിറ്റി എന്നുള്ളത് ഒരുപക്ഷെ അതിൻ്റെ എമൗണ്ട് എത്രയെന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ സൈസ്, അതല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പ്രൊസീജിയർ, അങ്ങനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നോക്കാം, നമുക്കറിയാം സ്റ്റോക്ക് വാല്യുവേഷൻ നോക്കാം. ഒരു അക്കൗണ്ടിങ് ബില്ലിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് എടുക്കണം. ആ സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ അക്കൗണ്ടിങ് പീരീഡിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിൽ ലെറ്ററൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് കൊടുത്ത് വെച്ചിരുന്നു. അതിൽ 2 സ്റ്റാമ്പ് അവിടെ ബാക്കിയുണ്ട്. 2 സ്റ്റാമ്പ് അവിടെ ബാക്കിയിരിക്കുന്നുണ്ട്. അതെനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഡക്ട്സൊക്കെ ഒരുപാട് ഗോഡൗണിലുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടെ ഈ 2 സ്റ്റാമ്പിൻ്റെ കണക്ക് എഴുതിയുകൊണ്ട് വലിയ ഇതുണ്ടോ? അത് മെറ്റീരിയൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കോടികളുടെ സ്റ്റോക്ക് അവിടെ ഉണ്ട്, അതിൽ ലക്ഷങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട്. അത് 2 രൂപയുടെ സ്റ്റാമ്പ് മെറ്റീരിയൽ ആയിട്ടൊരു കാര്യമാണോ? അല്ല. അത് ആകെ 2 സ്റ്റാമ്പേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മൾ 1000 സ്റ്റാമ്പ് വാങ്ങിയതായിരിക്കും, അതിലാകെ 2 എണ്ണേ ബാക്കിയുള്ളൂ. അത് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ചിട്ട് വലിയ മാറ്റമൊന്നുമില്ല. അത് ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല. സോ അത് മെറ്റീരിയൽ അല്ല. ഈ 2 സ്റ്റാമ്പ് എന്നുള്ളൊരു പക്ഷേ എന്ത് ചെയ്യില്ല, അവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യമാവണം എന്നില്ല. ഇതാണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. കൺസിസ്റ്റൻസി
This concept says that accounting practices should not change or must remain unchanged over a period of several years. അതായത് നമ്മൾ അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനിയുടെ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിൽ പല കാര്യങ്ങൾക്ക് പല മെത്തേഡ്സ് ഫോളോ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വർഷം ഓരോ മെത്തേഡ് ടെസ്റ്റ് ചെയ്യാം, ഓരോന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. നമുക്ക് തോന്നുന്ന പോലെ മാറ്റാൻ പറ്റില്ല. എക്സാമ്പിളായിട്ട് പറയുന്നത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, അങ്ങനെ പല മെത്തേഡ്, നമ്പർ ഓഫ് ഇയർ ഡിജിറ്റ് മെത്തേഡ്, അങ്ങനെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് WDV മെത്തേഡാണ്. സാധാരണ ബിസിനസ്സിന് ഫോളോ ചെയ്യുന്നത് WDV മെത്തേഡാണ്. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുക WDV ഒരു രസമല്ല, മാറ്റാം. വേറെ ഏതെങ്കിലും ഇതാക്കിയാൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡോ അല്ലാന്നുണ്ടെങ്കിൽ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ് മെത്തേഡോ ആക്കി കളയാമെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓരോ വർഷം ഓരോ മെത്തേഡ്, അങ്ങനെ ഒരിക്കലും അക്കൗണ്ടിങ്ങിൽ ചെയ്യാൻ പറ്റില്ല. ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതും പല മാൽ പ്രാക്ടീസ് അക്കൗണ്ടിങ്ങിൽ വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസിസ്റ്റൻസി നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തായിട്ട് പറയുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. കൺസർവേറ്റിസം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ദ ഐഡിയ ഓഫ് കൺസർവേറ്റിസം സജസ്റ്റ് ദാറ്റ് യു ആസ് എ ബിസിനസ് ഷുഡ് ആൻറ്റിസിപ്പേറ്റ് ആൻഡ് റെക്കോർഡ് ഫ്യൂച്ചർ ലോസസ് റാദർ ദാൻ ഫ്യൂച്ചർ ഗെയിൻസ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിക്കൊണ്ട് കൺസർവേറ്റിസം എന്നുള്ളത്. നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണ്. നിങ്ങൾ ബിസിനസ് നടത്തുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊരു ഇൻകം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗെയിൻ ഉണ്ടാവാം എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടാവാമെന്ന് കരുതരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അത് നിങ്ങൾ മുൻകൂട്ടി കാണണം. ഓക്കെ, പറഞ്ഞ് മനസ്സിലായോ എന്താണെന്നുള്ളത്? ഒരു ലോസിനെ മുൻകൂട്ടി കാണാനല്ലേ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, ഒരിക്കലും ഒരു ഗെയിനിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ബിസിനസ്സിന് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബിസിനസ്സിന് പ്രൊഡക്റ്റ് നല്ല ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുക. പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് നല്ല ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും, എനിക്ക് ഇനിയും ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റിസിപ്പേറ്റഡ് സെയിൽസ്, ഇത്ര ഒരു സെയിൽ ഉണ്ടാവാം, അടുത്ത വർഷം എനിക്ക് 10 കോടിയുടെ സെയിൽ ഉണ്ടാവാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ശരിയാണോ? ഒരു പക്ഷേ ഉണ്ടാവാം, 10 കോടീൻ്റെയൊക്കെ മേലെ സെയിൽ വന്നേക്കാം, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മുടെ ബിസിനസ്സിൽ ലോസ് ആവാം എന്നൊരു ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ലോസിന് നമ്മൾ എന്ത് ചെയ്യുക? ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, കുറച്ച് ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് തരാതെ സാധനം വാങ്ങിക്കൊണ്ടിട്ടുണ്ട്, കടത്തിന് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് സംശയം അവർ നമുക്ക് തരുമോ ഇല്ലേ? കുറച്ച് ആൾക്കാർ തരാതെ മുങ്ങിയാലോ? അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ലോസ് ഉണ്ടാവാം എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുക? ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ബാഡ് ഡെപ്റ്റ് എന്നൊക്കെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ പറയും, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. എന്താണ്? ആ ഒരു ലോസ് വരുമോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യണം? അതിന് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അതിനുള്ളൊരു മുൻകരുതൽ എടുക്കുകയാണ്, അങ്ങനെ വരുമോ എന്ന് വിചാരിച്ചിട്ട്. ഒരിക്കലും അതിന് പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, ലോസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അവിടെ പറഞ്ഞ കൺസർവേറ്റിസം കോൺസെപ്റ്റ് സെഡ് ദാറ്റ് വെൻ ആൾട്ടർനേറ്റീവ് വാല്യുവേഷൻസ് ആർ പോസിബിൾ one should select the alternative which fairly represents economic substance of transactions, but when such choice is not clear, select the alternative that is least likely to overstate net assets and net incomes. ഇവിടെ നമ്മൾ പറയുന്നത്, നിങ്ങളൊരു അക്കൗണ്ടൻ്റാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വാല്യൂ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഒന്നിലധികം മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ അതിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം? നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആ ബിസിനസ്സിൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിൻ്റെ എക്കണോമിക് പൊസിഷൻ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാണോ മെത്തേഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് എടുക്കാം. ഇനി നിങ്ങൾക്ക് അതിൽ ഏതാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു അറിയില്ല, ഡൗട്ടുണ്ട്. ആ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നമ്മുടെ അസറ്റുകളെയോ അല്ലെങ്കിൽ ഇൻകത്തെയോ കൂടുതലായി കാണിക്കുന്ന 2 മെത്തേഡിൽ നോക്കുമ്പോൾ അതിൽ ഒന്ന് അസറ്റിനെ കുറച്ച് കൂടുതലായി കാണിക്കുന്നതിന് മറ്റുള്ളതിനേക്കാൾ അല്ലെങ്കിൽ നെറ്റ് ഇൻകത്തിനെ കുറച്ച് കൂടുതലായി കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മെത്തേഡ് ചൂസ് ചെയ്യരുത്. പരമാവധി അസറ്റിനെയും നെറ്റ് ഇൻകത്തെയും കുറച്ച് കാണിക്കുന്നതായ മെത്തേഡ് നിങ്ങൾ അങ്ങനെ ഡൗട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ അല്ല ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത സമയത്ത് നിങ്ങൾ ഒരിക്കലും അസറ്റോ നെറ്റ് ഇൻകമോ
കൂടുതലായിട്ട് കാണിക്കുന്ന മെത്തേഡ് ഫോളോ ചെയ്യരുത്. ഇതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലൊരു ഇൻകത്തെ അല്ലെങ്കിൽ ഗെയിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്, ഒരു ലോസ് നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തായിട്ട് പറയുന്നത് ടൈംലിനെസ് കോൺസെപ്റ്റ്. ടൈംലിനെസ് എല്ലാ സമയത്തും നമ്മൾ ഐവിക്ക് പോകുക എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ടൈം സമയം. ഓക്കെ, ടൈംലിനെസ് കോൺസെപ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. Under this principle, every transaction must be recorded in proper time. Normally, when the transaction is made, the same must be recorded in the proper books of accounts. In short, transaction should be recorded date-wise in the books. ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യസമയത്ത് പ്രോപ്പറായ ടൈമിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. പ്രോപ്പറായ ടൈമിൽ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രാൻസാക്ഷൻ നടന്നത് ആ സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യുക, പിന്നെ ഏതാണ്ട് മാറ്റി വെക്കുക, നാളെ ചെയ്യുക, മറ്റന്നാൾ ചെയ്യാറുണ്ട് മാറ്റി വെക്കുക. നമ്മൾ പഠിക്കുന്നത് നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാറുണ്ട് മാറ്റി വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത് അത് എപ്പോഴാണ് നടന്നത് കൃത്യമായി അന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുക. നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പക്ഷേ ഇത് വിട്ടുപോകും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. എന്ത് പ്രശ്നം വരാം? ഡിലേ ഇൻ റെക്കോർഡിങ് സച്ച് ട്രാൻസാക്ഷൻ മേ ലീഡ് ടു മാനിപ്പുലേഷൻ, മിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വൗച്ചേഴ്സ്, മിസ്അപ്രോപ്രിയേഷൻ എക്സെട്ര ഓഫ് ക്യാഷ് ആൻഡ് ഗുഡ്സ്. എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ ഡീലേ അതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്മാരുള്ള ക്യാഷ് കൊണ്ട് ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് 500 രൂപ എനിക്ക് എന്തോ വീട്ടിൽ സാധനം വാങ്ങാൻ ആവശ്യമുണ്ട്, അപ്പോൾ ഇന്നത്തെ എന്തായാലും പർച്ചേസ് ചെയ്തപ്പോൾ ബിസിനസ്സിൽ 1000 രൂപ ചിലവ് വന്നിരിക്കുന്നത്, അത് 1500 ആക്കി കാണിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണിത് ഓർമ്മ വന്നത് 500 രൂപയുടെ. അപ്പോൾ നാളെ പോയിട്ട് ഇന്നലെ നടന്ന പർച്ചേസിന് ഒരു 500 രൂപ കൂട്ടി കാണിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വൗച്ചറിൽ മാറ്റം വരുത്താം. അങ്ങനെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഒരിക്കലും ഡിലേ ചെയ്യരുത്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഡിലേ ചെയ്യരുത്, കൃത്യമായ സമയത്ത് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ഇൻഡസ്ട്രി പ്രാക്ടീസ് കോൺസെപ്റ്റ് എന്ന്. ഇൻഡസ്ട്രി പ്രാക്ടീസ് കോൺസെപ്റ്റ് എന്താ? ഇൻഡസ്ട്രി പ്രാക്ടീസ് കോൺസെപ്റ്റ് നോക്കാം നമുക്ക്. The industry practice concept states that the nature of certain industries and their practices can require the departure of traditional accounting theory. In other words, some industries have practices unlike any other that require specialized accounting or reporting. The industry practices or constraints allows these industries to go outside of traditional accounting principles as long as if it is infrequent as long as it is infrequent and justifiable. നമ്മൾ പറയുന്നത് നമുക്കറിയാം പല തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. നമ്മളെ ബിസിനസ് എന്നുള്ളത് എല്ലാം ഒരേ നാച്ചുറലുള്ള കാര്യമാണോ? അല്ല. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസ്, അതുപോലെ പ്രൊഡക്ഷനിൽ പിന്നെ സിമെൻറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാവും. ചെറിയ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവും. പിന്നെ റീറ്റെയിൽ ഇൻഡസ്ട്രീസ്, അങ്ങനെ പല തരത്തിലാണ് നമ്മുടെ ബിസിനസ്സുകൾ. എല്ലാം ഒരേ നാച്ചുറലല്ല. എല്ലാ ആളുകൾക്കും ഒരേ തരത്തിലുള്ള അക്കൗണ്ടിങ് പോസിബിൾ ആവണമെന്നുള്ളൂ ഇല്ല. ചിലവർക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരേണ്ടി വരും. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഇതുണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഏതാണ് ആ ട്രഡീഷണലായ കാര്യങ്ങളിൽ നിന്ന് ചില സമയത്ത് എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരേണ്ടി വരും. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് എക്സാമ്പിളായിട്ട് ദ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി റിപ്പോർട്ട്സ് ഇറ്റ്സ് കോപ്സ് അറ്റ് ദെയർ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ദ ബാലൻസ് ഷീറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ ട്രഡീഷണൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ്. This is common because calculating the actual cost per crop is too difficult and costly. It is easier for farmers to value and report their crops at the current market price. അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസിൽ എന്താ ചെയ്യുന്നുണ്ട്, അത് അവിടെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് അക്കൗണ്ടിങ് കോസ്റ്റ് എന്താണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഇതിൽ ഏതാണോ ഏറ്റവും കുറവ് അത് കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ആണോ അതിൻ്റെ കോസ്റ്റ് ഏതാണോ കുറവ് അത് കാണിക്കണം എന്ന്. പക്ഷേ ഇവിടെ എന്താ ചെയ്യാറുള്ളത് നോക്കും, അവിടെ ബാലൻസ് ഷീറ്റിൽ എന്താ കാണിക്കുക, സാധാരണ എപ്പോഴും ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. കാരണം എന്താണ്, പലപ്പോഴും അതിൻ്റെ കോസ്റ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ അതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അവർ ഒന്ന് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ്, ഇപ്പം ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ അത് ബാലൻസ് ഷീറ്റ് കാണിക്കുക. അപ്പോൾ അത് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രീസിനും അങ്ങനെ ചില മാറ്റങ്ങൾ വരാം. നമുക്ക് വലിയ നിർബന്ധിച്ച് നിങ്ങൾ ഈ പോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ആ ഇൻഡസ്ട്രിയിൽ ഡിസിഷൻ എടുക്കാൻ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തിയറി ബേസിൽ മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് ആണ്. അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയാലിറ്റി എന്നാൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കാണിക്കുക. ഇറലവൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക,
വേണ്ട എന്നുള്ളത്. ഓക്കെ, കൺസിസ്റ്റൻസി പറഞ്ഞിട്ടുണ്ടാകുന്നത് എന്താണ്? ഒരേപോലെ അക്കൗണ്ടിങ് മെത്തേഡ് എല്ലാത്തിലും എല്ലാ വർഷവും ഫോളോ ചെയ്യണം. ഓരോ വർഷം എന്ത് ചെയ്യും, മാറ്റി കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. കൺസർവേറ്റിസം പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഒരു ഫ്യൂച്ചറിലെ ഇൻകത്ത് അല്ലെങ്കിൽ ഗെയിന് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്, പക്ഷേ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അത് ടൈംലിനെസ് പറഞ്ഞത് എന്താണ്? എല്ലാ സമയവും നമ്മൾ എന്ത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻഡസ്ട്രി പ്രാക്ടീസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇൻഡസ്ട്രി പ്രാക്ടീസ് എന്നുള്ളത് ചില ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും, ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സിൽ നിന്ന് ചില മാറ്റങ്ങൾ എന്ത് ചെയ്യും വരുത്തും. അത് നമ്മൾ പറയാൻ വിട്ടൊരു കാര്യം മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിലാണ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ പറയാൻ വിട്ടത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറിയ എമൗണ്ടാന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. ചെറിയൊരു എമൗണ്ട് ആണിട്ട് മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ഫീ, അതേപോലെ തന്നെ ലോൺ ടു ഡയറക്ടേഴ്സ്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചെറിയ എമൗണ്ട് ആണെന്നെങ്കിൽ പോലും നമ്മളിതിനെ ഒരിക്കലും അത് ഒമിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ അക്കൗണ്ട്സോ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. അതിൻ്റെ നാച്ചുറും ഉണ്ട്. ഇപ്പോൾ ഓഡിറ്റ് ഫീ എന്നുള്ളത് നിങ്ങൾ 100 രൂപ കൊടുത്താലും അത് 10,000 കൊടുത്താലും 1,00,000 കൊടുത്താലും ആ എമൗണ്ട് അല്ല, ആ ഓഡിറ്റ് ചെയ്ത ഫീ എന്നുള്ളത് അതിനൊരു റെലവൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഡയറക്ടേഴ്സിന് ലോൺ കൊടുക്കുക എന്നുള്ളത്, ബിസിനസ്സിലെ ഓണേഴ്സിന് ലോൺ കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ എമൗണ്ടിലല്ല, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ആ മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ് ആണ്, അല്ലാതെ അതിൻ്റെ സൈസ് എത്രയാണോ അല്ലെങ്കിൽ എമൗണ്ട് എത്രയാണോ അതിലല്ല കാര്യം എന്നുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് പറയാൻ വിട്ടുപോയതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും എവിടെയും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.